ശബരിമല അയ്യപ്പ ദർശനത്തിലുള്ള വെർച്വൽ ക്യൂവിന്റെ രീതികൾ പരിഷ്കരിക്കും. തീർത്ഥാടകർക്ക് കൂടുതൽ ഗുണകരമാകും വിധമുള്ള മാറ്റങ്ങൾ ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ചർച്ച ചെയ്യും. ശബരിമലയിലെ വെർച്വൽ ക്യൂ വർഷം മുഴുവൻ കർശനമാക്കാനും ഒരേ വ്യക്തി പല ദിവസം ബുക്ക് ചെയ്യുന്ന രീതി ഒഴിവാക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഉദാഹരണത്തിന് ഒരാൾ തിങ്കളും വെള്ളിയും ബുക്ക് ചെയ്യുന്നുവെന്ന് കരുതുക. ഈ 2 ദിവസവും ഒരു സ്ലോട്ട് ബുക്ക്ഡ് ആണ്. എന്നാൽ ഇദ്ദേഹം ഇതിൽ ഒരു ദിവസമേ വന്നുള്ളൂവെങ്കിൽ മറ്റു ദിവസം മറ്റൊരാളുടെ അവസരം നഷ്ടമാകും. ഇനി മുതൽ ഒരാൾ ബുക്ക് ചെയ്ത ദിവസം ക്യാൻസൽ ചെയ്താൽ മാത്രമേ മറ്റൊരു ദിവസം ബുക്ക് ചെയ്യാനാകുന്ന രീതി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. ബുക്കിങ്ങിനൊപ്പം ഒരു പാക്കറ്റ് അപ്പം അല്ലെങ്കിൽ അരവണയോട് പണം കൂടി അടയ്ക്കുന്ന രീതി കൊണ്ടുവരാനും ആലോചിക്കുന്നു. പ്രസാദം വേണ്ടെങ്കിൽ ദർശനം കഴിയുമ്പോൾ പണം മടക്കി കൊടുക്കും, അല്ലെങ്കിൽ രസീത് കിട്ടിയാൽ ആ പ്രസാദം വാങ്ങാം. ബുക്ക് ചെയ്യുന്നയാൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാക്കിയാണ് ലക്ഷ്യം. അതേപോലെ പരമ്പരാഗത പാതയിലൂടെ എത്ര പേരെ കടത്തിവിടണമെന്നതിലും പുതിയ ക്രമീകരണം ഉണ്ടാകും. പലപ്പോഴും ബുക്കിംഗ് ഇല്ലാതെ അയ്യപ്പന്മാർ ഈ പാതയിലേക്ക് പലയിടത്തുനിന്ന് പ്രവേശിക്കുന്നുണ്ട്. എരുമേലി കരിമല പമ്പ പാത, പുല്ലുമേട് സന്നിധാനം പാത, നിലയ്ക്കൽ പമ്പ റോഡ് എന്നിവരുടെ വരുന്നവരുടെ എണ്ണം മുൻകൂട്ടി അറിയിക്കുക എന്നതാണ് ലക്ഷ്യം. ബുക്കിംഗ് ഇല്ലാതെ വന്ന് ഇടത്താവളങ്ങളിൽ പോലീസുമായി കലഹിക്കേണ്ട സാഹചര്യം ഒഴിവാക്കും. സന്നിധാനത്ത് ലക്ഷത്തിനു മേലെ അയ്യപ്പന്മാരെ ഉൾക്കൊള്ളാൻ പ്രായോഗികമായ പ്രയാസമുണ്ടെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ മാസപൂജയുടെ സമയത്തും വെർച്വൽ ക്യൂ ബുക്കിംഗോ സ്പോട്ട് ബുക്കിംഗോ നിർബന്ധമായും ഉറപ്പാക്കും. ഈ സംവിധാനം എല്ലാ സമയത്തും കർശനമായി തുടരും. ഇടുക്കി വിഷൻ, സന്നിധാനം.